ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. മുട്ട വെച്ചിട്ടുള്ളൊരു കിടിലൻ ക്രീപ്പ് റോളാണ്. അപ്പോൾ നമുക്കിത് സ്നാക്കായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്രീപ്പ് റോളിലേക്കുള്ള ചെറിയൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിൽ ഞാനൊരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. അപ്പോൾ പാല് ഞാൻ ചൂടാക്കിയ പാലൊന്നുമല്ല, തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എങ്ങനെ എടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പാലിന് ഈ ഒരു 1/4 കപ്പ് അളവ് മൈദ കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടാൻ നിൽക്കേണ്ട, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായി പോകും നമ്മുടെ ബാറ്റർ. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ മിക്സായി കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ലൊരു ലൂസ് ബാറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ സവാള ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ടിയായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് സവാള കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ തക്കാളി, അതും ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ടിയായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഒരു 3 ചെറിയ സൈസ് പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി, അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയും വെജിറ്റബിൾസും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ക്രീപ്പ് റോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി. ഇനി ചുട്ടെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ക്രീപ്പ് റോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഒരു ബ്രഷോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ബട്ടർ നമ്മുടെ പാൻ്റെ എല്ലാ സൈഡിലും ആയിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ബട്ടറൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മാവില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരൊറ്റ ക്രീപ്പ് റോൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ പാൻ ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ചെറിയ പാനാണെന്നുണ്ടെങ്കിലോ പിന്നെ 2 ക്രീപ്പ് റോളായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവിൻ്റെ പകുതി ഭാഗത്തോളം ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നേരിയ ക്രീപ്പ് റോളായിട്ട് റോൾ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗം ഒന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് അടിഭാഗം മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് കണ്ടില്ല, നമ്മുടെ മാവൊക്കെ അത്യാവശ്യം മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ആകുന്ന സമയത്ത് നമ്മുടെ നേരത്തെ മുട്ടയുടെ മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ക്രീപ്പ് റോളായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൈദയുടെ മാവ് പകുതി പ്ലസ് മുട്ടയുടെ മിക്സ് പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ടിനും തികയൂല. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ സൈഡിലും ആ ഒരു മൈദയുടെ മിക്സിൻ്റെ എല്ലാ സൈഡിലും ആയിട്ട് മുട്ടയുടെ ബാറ്ററും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മുകൾ ഭാഗമൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ടയൊന്ന് ആറി കിട്ടും കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 3-5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ മുട്ടയൊക്കെ കണ്ടില്ല, മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടിഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചാൽ മാത്രമേ ഈ ഒരു രീതിക്കും കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുട്ട വരെ വെന്ത് വരുന്ന ആ ഒരു മുകൾ ഭാഗം വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അടിഭാഗം മൊത്തത്തിൽ കരിഞ്ഞ് പണിയാവും. അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അടിഭാഗം ഒന്നൊരു 2 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചീസ്, മൊസറല്ല ചീസില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചീസും കൂടി ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർക്കേണ്ട, കാരണം ഇത് മുട്ടയുടെ മിക്സും കൂടി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം മതി. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ചീസ് മെൽട്ടാകുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. കണ്ടില്ല, ഇതുപോലെ ആകുന്ന സമയത്ത് നമ്മൾ കുറച്ചല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചീസ്. അപ്പോൾ ഇതുപോലെ ആകുന്ന സമയത്ത് നമുക്കിതിന് പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീപ്പ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതുപോലൊരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂയോ അല്ലെങ്കിൽ ഫോയിലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, കാരണം ചൂടോടെ റോൾ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ പാനിന് ക്രീപ്പ് റോൾ ഇതുപോലെ മൊത്തത്തിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്ന പോലെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ റോൾ ചെയ്ത് കൊടുക്കണം, എങ്കിലേ ആ ഒരു സെറ്റായിട്ട് കിട്ടുള്ളൂ, അവിടെ ഒട്ടി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് റോൾ ചെയ്തിട്ട് പതുക്കെ നമ്മുടെ ടിഷ്യൂ മാത്രം ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടയുടെ ക്രീപ്പ് റോൾ റെഡി ആയിട്ടുണ്ട്, എഗ് ക്രീപ്പ് റോള്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ടേസ്റ്റ് ആണ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്